ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, ഒരു കോണ്ടൻ്റാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം കൂടിയാണ്. നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ പൊസിഷനിങ്ങിനെ ഏറ്റവും അധികം സഹായിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് അതിൻ്റെ പാക്കേജിംഗ് ആണ്. പാക്കേജിങ്ങിനെ കുറിച്ച് ആളുകൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീല് മാത്രമാണ് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറുള്ളത്. പക്ഷേ ഒരു പാക്കേജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഡിവിഷനുണ്ട്. വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് നല്ല പ്രൊഡക്റ്റുകൾക്ക് ഞങ്ങൾ പാക്കേജിങ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമേരിക്കൻ പ്രൊഡക്റ്റ്, ഒരു ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഏകദേശം കേരളത്തിൽ തന്നെ 50-ലധികം ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രാൻഡുകൾക്ക് വേണ്ടി പാക്കേജിങ്ങുകളും പ്രൊഡക്റ്റുകളും ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിൽ വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ് ആവശ്യമെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഞങ്ങൾ എപ്പോഴും നോക്കുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം, ബ്രാൻഡിൻ്റെ ആ ഒരു ഇമേജ് നമ്മൾ അതുപോലെ തന്നെ കീപ്പ് ചെയ്യണമെന്നുള്ളതാണ്. പലപ്പോഴും ബ്രാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടാവും. ബ്രാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും, ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വളരെ ഫൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണെന്ന് വിചാരിച്ചോളൂ. ആ ബ്രാൻഡ് ഉപയോഗിക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഫൺ എനർജിയൊക്കെയാണ് ഫീൽ ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിളായിട്ട് കൊക്കക്കോള പറയാം. ഞാൻ എല്ലാവർക്കും പരിചയമുള്ളൊരു ബ്രാൻഡ് പറയുന്നതാണ്. കൊക്കക്കോള എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷവുമായിട്ട് കണക്ട് ചെയ്യുന്ന, സന്തോഷം വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡൊക്കെയാണ്. അപ്പോൾ എപ്പോഴും കൊക്കക്കോളയുടെ പരസ്യങ്ങൾ നോക്കിയാൽ നമുക്കറിയാം, ഹൈ എനർജി പരസ്യങ്ങളാണ് സാധാരണ ഉണ്ടാവുക. എപ്പോഴും വളരെ എനർജറ്റിക് ആയിട്ട് ആളുകൾ മൂവ് ചെയ്യുന്നതും ഡാൻസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള പരസ്യങ്ങളാണ്. അതിന് കാരണം കൊക്കക്കോള നമ്മളിലേക്ക് എത്തിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്, സക്സസ് ആണ് എന്നുള്ളതൊക്കെയാണ്, ഇൻസ്പിറേഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ള കളറുകൾ, കൊക്കക്കോള വളരെ പണ്ട് മുതലേ റെഡ് ആൻഡ് വൈറ്റ് തീമിലാണ് കൊക്കക്കോള നമ്മളിലേക്ക് എത്താറുള്ളത്. റെഡ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു കളറാണ് എന്നുള്ളതാണ് അതിന് കാരണം. മാത്രമല്ല, അതിൻ്റെ പരസ്യങ്ങളിൽ വരുന്ന മെസ്സേജുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷ്വലുകൾ എല്ലാം തന്നെ ഇതുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ പാക്കേജിങ്ങിനകത്തും അത് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ്. എന്താണ് നിങ്ങളുടെ ബ്രാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വാല്യൂ, അത് നിങ്ങളുടെ കളറിലുണ്ടോ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ്ടിലുണ്ടോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഭാഗം, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇമേജ്, അതിൻ്റെ ക്യാരക്ടർ, അതിൻ്റെ വാല്യൂ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് തന്നെയാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ്ട് നിലനിൽക്കുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന കളർ, തീം, ഇതെല്ലാം നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായി ഒരു ബ്രാൻഡ് ഓഡിറ്റ് നടത്തി, പ്രത്യേകിച്ചും ബ്രാൻഡ് ഓണേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച് അവരെന്തൊക്കെയാണ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഫോണ്ടുകൾ തീരുമാനിക്കുന്നതും കളറുകൾ തീരുമാനിക്കുന്നതും. അല്ലാതെ എടുത്തു ചാടി ഏതെങ്കിലും ഒരു കളറിലേക്ക് എത്തുകയല്ല എന്നുള്ളത് സാരം. രണ്ടാമത്തെ പോയിൻ്റ്, പാക്കേജിങ് ആകുമ്പോൾ ക്ലാരിറ്റി ഓഫ് ഇൻഫർമേഷൻ വളരെ പ്രധാനമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പാക്കറ്റിൽ എഴുതി വയ്ക്കാൻ സാധിക്കില്ല. പാക്കറ്റിൽ എഴുതുന്ന ഓരോ വാക്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും എക്സ്പോർട്ടിനൊക്കെ പോകുന്നതാണെങ്കിൽ ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പം അവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ന്യൂട്രീഷണൽ ഫാക്ട്സ് ചിലപ്പോൾ കൃത്യമായിട്ട് കാണിക്കേണ്ടി വരും. അത് എത്ര പെർസെൻറ്റേജ് ആണ്, അത് ഏത് തരത്തിലാണ് കാണിക്കേണ്ടത്, ഏത് ടെംപ്ലേറ്റിലാണ് കാണിക്കേണ്ടത് എന്നുള്ളതടക്കം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഓരോ രാജ്യത്തിൻ്റേതായിട്ടുമുണ്ട്. ഇപ്പോൾ US-ലേക്കൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് അവരുടെ FDA നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിട്ട് മാത്രമേ നമുക്ക് ആ ടെംപ്ലേറ്റുകൾ, ടേബിളുകളൊക്കെ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോറി വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മളെങ്ങനെയാണ് നമ്മളുടെ ബ്രാൻഡ് ഇവോൾവ് ചെയ്തത്, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഇവോൾവ് ചെയ്തത് എന്നുള്ളത് കൃത്യമായി കാണിക്കാം. ഒപ്പം തന്നെ ഏതെങ്കിലും നമ്മുടെ USP ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു രാസവസ്തു അടങ്ങിയിട്ടില്ലാത്തതാണെങ്കിൽ, ഒരു കെമിക്കൽ അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ഓർഗാനിക് ആണെങ്കിൽ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുകയും ചെയ്യാം. അപ്പോൾ അതിനെ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന തരത്തിൽ ക്ലാരിറ്റി ഇൻ ഇൻഫർമേഷൻ വളരെ പ്രധാനമാണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തേത് ബ്രാൻഡിൻ്റെ ഇമേജും വാല്യൂവും തീമും ഒക്കെ ആണെങ്കിൽ, രണ്ടാമത്തത് ക്ലാരിറ്റി ഇൻ ഇൻഫർമേഷനാണ്. മൂന്നാമത്തത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഫങ്ഷണാലിറ്റിയാണ്. ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത് എവിടെയാണ് നിങ്ങളുടെ ബ്രാൻഡ് പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഷെൽഫിലാണെങ്കിൽ വളരെ പ്രധാനമായിട്ടുള്ള കാര്യം, ഏറ്റവും ആദ്യം നിങ്ങൾക്ക് കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ബ്രാൻഡാണെങ്കിൽ, ഓൾറെഡി നിങ്ങൾ എത്താൻ പോകുന്ന ഷെൽഫിനകത്തുള്ള കോക്കനട്ട് ഓയിൽ ആരൊക്കെയാണ്, ഏതൊക്കെ കോമ്പറ്റീറ്റേഴ്സ് ആണുള്ളത്, അവരെങ്ങനെയാണ് അവിടെ എടുത്തു കാണിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് പഠിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട്
അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ശക്തമായി നമ്മളെ എടുത്ത് കാണിക്കാൻ ഉപകരിക്കുന്ന കാര്യങ്ങളും എലമെൻറ്റുകളും ഒക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അവിടെ ചിലപ്പോൾ ബോട്ടിൽ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും, അതിൻ്റെ പാക്കേജിങ് സ്റ്റൈൽ നമ്മൾ മാറ്റേണ്ടി വരും, കളർ ചിലപ്പം കൃത്യമായി അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കേണ്ടി വരും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പാക്കേജിങ് ഡിസൈൻ ഏറ്റെടുക്കുന്ന സമയത്ത് കോമ്പറ്റീറ്റേഴ്സിനെയും അതുപോലെ ഓൾറെഡി ഇത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളെയും ഒക്കെ കൃത്യമായി പഠിച്ച് അതനുസരിച്ചാണ് ഡിസൈൻ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അടുത്ത പോയിൻ്റ് ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള ഈസിനെസ്സാണ്. പലപ്പോഴും ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഡിസൈനുകൾ ഉണ്ടാകുമ്പോഴാണ്. ഇപ്പം നമുക്കറിയാം 2-3 തരത്തിൽ ഈ ഡിസൈനുകൾ നമുക്കുണ്ടാക്കാം. ഒന്ന് ഷെൽഫിൽ നല്ല വിസിബിലിറ്റി കിട്ടുന്ന തരത്തിലും ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലും, മറ്റൊന്ന് ഇതൊന്നും കൺസിഡർ ചെയ്യാതെയും. പലപ്പോഴും ഈ പൗച്ചുകളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് നമുക്കവിടെ സെൽഫ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള രീതിയിൽ വെക്കാൻ പറ്റാറില്ല. സെൽഫ് സ്റ്റാൻഡിങ് ആയി വെക്കാൻ പറ്റിയില്ലെങ്കിൽ പലപ്പോഴും നമുക്കതിൻ്റെ ഫേസ് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഷെൽഫിൽ എപ്പോഴാണോ ബ്രാൻഡ് കൃത്യമായി കാണാൻ സാധിക്കുന്നത് അപ്പോഴാണ് പർച്ചേസിനുള്ള സാധ്യത കൂടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ID ഫ്രഷ് പോലുള്ള ബ്രാൻഡുകളൊക്കെ സെൽഫ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ബാറ്റർ പൗച്ചുകൾ ഉണ്ടാക്കാൻ ആരംഭിച്ചത്. ബാറ്റർ പണ്ട് കാലത്ത് സെൽഫ് സ്റ്റാൻഡിങ് ആയിരുന്നില്ല, ഒരു കവറിലാണ് വരുന്നത്. പലപ്പോഴും അത് ഇരിക്കുന്നത് ചിലപ്പോൾ ചില്ലറിനകത്തായിരിക്കും, അകത്ത് നിന്ന് നമ്മൾ എടുക്കേണ്ട അവസ്ഥയാണ്. അതേസമയം ഓപ്പൺ ആയിട്ടുള്ള ഫ്രീസറുകളിലും ചില്ലറുകളിലും ഒക്കെ ഇത് എക്സിബിറ്റ് ചെയ്യുന്ന സമയത്ത് സെൽഫ് സ്റ്റാൻഡിങ് പൗച്ചുകളാണെങ്കിൽ പെട്ടെന്ന് കാണാൻ സാധിക്കും. അത് തന്നെ അവർക്കൊരു അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പോൾ സെൽഫ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള പൗച്ചുകൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് അവിടെ ആവശ്യമായിട്ടുള്ള ഒരു ഫങ്ഷണാലിറ്റിയാണ്. മറ്റൊന്ന്, നമ്മളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാർപിക്കിൻ്റെ ബോട്ടിൽ നമ്മൾ ടോയ്ലറ്റ് ക്ലീനർ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതൊരു സാഷെ പാക്കിലാണ് ഇറങ്ങുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പൊട്ടിച്ച് നമ്മൾ വേറൊരു തരത്തിലേക്ക് വേറൊരു ബോട്ടിലേക്ക് ആക്കേണ്ടി വരും. ബോട്ടിൽ തന്നെ ഒരു സാധാരണ ബോട്ടിലാണെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹാർപിക്കിന് ഒരു പ്രത്യേക ഷേപ്പാണുള്ളത് നമുക്കറിയാം. ആ ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ടോയ്ലറ്റിൻ്റെ ഇൻസൈഡൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക്, അവിടേക്ക് റീച്ച് ചെയ്യുന്ന തരത്തിലേക്കാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് കാരണം അതിൻ്റെ ഫങ്ഷണാലിറ്റിയാണ്. അതുപോലെ ഇപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പൗച്ച് ID ഫ്രഷ് ഡിസൈൻ ചെയ്തപ്പോൾ അതൊരു ഇന്നൊവേഷനായിട്ട് മാറി. അപ്പോൾ എങ്ങനെയാണോ ഒരു യൂസർക്ക് അത് ഏറ്റവും അധികം ഫങ്ഷണലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ആ തരത്തിൽ കൂടി പാക്കേജിങ് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായി. അത് കുറച്ച് ഇന്നൊവേറ്റീവാണ്, അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അത് റിസ്ക്കിയാണ്, ഒപ്പം തന്നെ എക്സ്പെൻസീവുമാണ്. എങ്കിൽ പോലും അത്തരത്തിലുള്ള സജഷൻസും നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അടുത്തത് സസ്റ്റൈനബിലിറ്റി ആണ്, എൻവയോൺമെൻറ്റൽ പ്രാക്ടീസസ് ആണ്. പലപ്പോഴും ഇനിയുള്ള കാലഘട്ടത്തിൽ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒപ്പം തന്നെ അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാവണം, ഒപ്പം നമുക്ക് ഈസിലി സോഴ്സ് ചെയ്യാൻ പറ്റുന്നതാവണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൂടി പാക്കേജിങ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനെ ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പാക്കേജിങ്ങുമായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം പാക്കേജിങ്ങിലും വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പൊസിഷനിങ് തീരുമാനിക്കുന്നത് പാക്കേജിങ് വലിയൊരു ഘടകമാണ്. എല്ലാ പീസും ഉണ്ടെങ്കിൽ പോലും ആ പീസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് പാക്കേജിങ് തന്നെയാണ്. കാരണം നിങ്ങളുടെ ഡ്രസ്സിങ് ആയിരിക്കും പലപ്പോഴും നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്കുള്ള അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഒരു റിസപ്ഷനൊക്കെ കിട്ടുന്നത് നിങ്ങളുടെ നല്ല ഡ്രസ്സിങ് കാരണമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിങ് പോലെ തന്നെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങും എന്നുള്ളത് മനസ്സിലാക്കുക. ഒട്ടും മുഷിഞ്ഞ ഡ്രസ്സ് ധരിപ്പിക്കരുത് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ. ഒട്ടും കീറിയ ഡ്രസ്സോ അല്ലെങ്കിൽ അട്രാക്റ്റീവ് അല്ലാത്ത ഡ്രസ്സോ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ധരിപ്പിക്കരുത്. കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ എൻട്രി പോയിൻ്റ് പാക്കേജിംഗ് ആണ്, അതിൻ്റെ ഡ്രസ്സാണ് എന്ന് മനസ്സിലാക്കുക. ഓൾ ദി ബെസ്റ്റ്.